സോ ഗൈസ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിക്കണോ? ജസ്റ്റ് ഫോളോ ആൻഡ് വാച്ച് ദിസ് റീൽ. അപ്പൊ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതേപോലെ അപ് ട്രെൻഡ് എന്താണ്, ക്യാൻഡിൽസ്റ്റിക് എന്താണ്, ഡൗൺ ട്രെൻഡ് എന്താണെന്ന് നമ്മൾ മുന്നത്തെ പ്രീവിയസ് റീൽസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണാൻ, എന്നിട്ട് ഇങ്ങോട്ട് വരും. സോ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് മൾട്ടിപ്പിൾ ഭാഗങ്ങളിൽ നിന്ന് സെയിം റിജക്ഷൻ കിട്ടുന്ന പ്രൈസ് റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് എന്താണ്? കറന്റ് പ്രൈസിന്റെ താഴെ വരുന്ന മൾട്ടിപ്പിൾ റിജക്ഷൻസിനെ നമ്മൾ സപ്പോർട്ട് എന്ന് പറയും. കറന്റ് പ്രൈസിന്റെ മുകളിൽ വരുന്ന മൾട്ടിപ്പിൾ റിജക്ഷൻസിനെ നമ്മൾ എന്ത് പറയും, റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ സപ്പോർട്ടിനെ നമ്മൾ എന്തായിട്ടാണ് ഞാൻ പറയാറുള്ളത്, ഡിമാൻഡ് സോൺ എന്നാണ് പറയാറുള്ളത്. അതായത് മാർക്കറ്റിലെ താഴെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ആ സോണിൽ ഒരു ഡിമാൻഡ് ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യും, സപ്ലൈ കുറയും, മാർക്കറ്റിലെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് പോകും. അതേപോലെ കറന്റ് പ്രൈസിന്റെ മുകളിലുള്ള ഭാഗത്തിന് റെസിസ്റ്റൻസിന്റെ സപ്ലൈ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ സപ്ലൈ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാരണം മുകളിൽ എത്തുന്ന സമയത്ത്, ഒരു പ്രൈസിൽ എത്തുന്ന സമയത്ത് അവിടുന്ന് മാർക്കറ്റിലെ പ്രൈസ് താഴോട്ട് ഡിക്രീസ് ആയിട്ട് വരും. അതിനുള്ള കാരണം എന്താണ്, ആ സപ്ലൈയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിലോട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിന്റെ പ്രൈസ് കുറഞ്ഞു വരും. അതായത് സപ്ലൈ ഇൻക്രീസ് ആകുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് താഴോട്ട് വരും. ഇറ്റ്സ് ലൈക്ക് ഓൾ വേൾഡ് വർക്ക് ചെയ്യുന്ന ഏത് മാർക്കറ്റും വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ട്രിക്കിലാണ്. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് എന്ത്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് പ്രൈസിന്റെ മുകളിലുള്ളത് നമുക്ക് എന്താണ്, സപ്ലൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, മൾട്ടിപ്പിൾ റിജക്ഷൻസിനെ. അതേപോലെ കറന്റ് പ്രൈസിന്റെ താഴെ ഉള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സോ നമ്മൾ ഇതേപോലെ മാർക്കറ്റിൽ സ്ട്രക്ചർ ഔട്ട് ചെയ്യുന്നു. ഇത് സ്ട്രക്ചർ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം 1 hours ചെയ്യും. അതേപോലെ നമ്മൾ ട്രേഡ് ഇപ്പൊ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡെപ്തിലോട്ടോ, ഞാനിതാണ് ഇപ്പൊ ഇൻഡെപ്തിൽ പോവാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലൊരു പ്ലാൻ ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി താഴെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 5 മിനിറ്റിൽ നമുക്ക് വീണ്ടും കാണാം, വി ആർ പ്ലാനിങ് ഹിയർ. സോ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പോയേക്കാം. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഒരു സെൽ ട്രേഡ് പോകും. സോ സെൽ ട്രേഡിന് വെയിറ്റ് ചെയ്യാണ്, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, താഴെ പോകുന്നു. സോ ഞാൻ ഈ സെൽ ട്രേഡ് എൻ്റർ ചെയ്തു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും സംഭവിക്കുക. സോ ആസ് യു ക്യാൻ സീ ഇപ്പൊ തന്നെ അത് ബ്രേക്ക് ചെയ്ത് നമുക്കിപ്പോൾ പ്രോഫിറ്റിലാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും സംഭവിക്കാൻ നോക്കുക. സോ യെസ് സോ ഇതേപോലെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അതായത് മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് അടിയിലോട്ട് പോയി ഈ ഒരു പ്രോഫിറ്റ് ഞാൻ ഈ ഒരു ചെറിയ സമയം കൊണ്ടാണ് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ പ്രോഫിറ്റ്സ് മേക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ആൻഡ് കമന്റ് യുവർ തോട്ട്സ് ഗൈസ്.